അത് കുര്യാക്കോസിന്റെ അല്ലേ? ഓൺലൈനിൽ മുഴുത്തുകൊണ്ട് നീ പോവാണ്. ബാക്കി മീൻ വെള്ളത്തിലുണ്ട്. നല്ല മീനാ, വിളിച്ചോടെ കണ്ട പോരാ. എന്റെ തട്ടിപ്പറിക്കാൻ നോക്കണ്ട. കൊതിയുണ്ടാടി? ഞാനൊരു തമാശ ചേട്ടാ. ഏതായാലും നീ ആശിച്ചതല്ലേ, കൊണ്ടുപോടി. ചേട്ടൻ ഇന്ന് എന്റെ വീട്ടിലുണ്ടാൻ വരുമെങ്കിൽ ഞാനിത് കറി വയ്ക്കാം. നാളെ വെളുത്ത വാവ നിലാവിൽ തോണി ഇറക്കി ഞാൻ വരും. എന്തിനാ? നിന്നെ കടയിൽ കൊണ്ടുപോകാൻ. അയ്യോ, എനിക്ക് പേടിയാവും. ഞാനുള്ളപ്പോ നീ എന്തിനാണ് പേടിക്കുന്നേ? ആരാണോ അതെ? ഞാനാണ് പാപ്പി. ഞാനിവിടെ ഇരുന്ന് വായിക്കായിരുന്നു. കടപ്പുറത്തൊരു പഠിപ്പുകാരൻ. ഞാനൊന്നും കണ്ടില്ലേ? കണ്ടാലും ഒന്നുമില്ല. അല്ലേ സാറാ? പാപ്പി, ഞാൻ അവളെ കെട്ടാൻ പോവാ. നാളെ വെളുത്ത വാവാ, ഓർത്തോ? നീ ഒന്നുമില്ല, കഴിച്ചോടാ. വേണ്ട കേട്ടോ. അവന്റെ ഒരു അഭിമാനം. പാപ്പി, നിന്റെ അപ്പം വാങ്ങിത്തന്ന കുറെ ചായയും കാപ്പിയും കഴിച്ചോന്നെ ഞാൻ ആദ്യമായി വള്ളത്തിൽ പോകുമ്പോ എന്റെ പങ്കായം എടുത്തു തന്നത് നിന്റെ അപ്പന്. വാ. ഇത് കുറിയാക്കോ ഇതുവരെ വന്നില്ലല്ലോ. അവൻ എവിടെ വരാനാണെന്ന് ആ കടപ്പുറത്തെങ്ങാനും തെണ്ടി നടക്കുന്നുണ്ടാവും. അവനിതാ വരുന്നുണ്ട്. നീയും അതൊന്നും പറയാം. നിന്നെ മീൻ മാറുന്നു. മീൻപിടുത്തക്കാരനെ പിന്നെ മുല്ലപ്പൂ കണക്കൂ. ഒരു മീൻപിടുത്തക്കാര് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മീൻ പിടിച്ചു കഴിയുന്ന എത്ര മോശമാണ് ചേട്ടത്തി? മോശം തന്നെയാ. എന്റെ വീട്ടുകാരും മീൻ പിടിച്ചല്ലല്ലോ ജീവിക്കുന്നത്. വേറിരിക്കുന്ന നിന്റെ ചേട്ടൻ അങ്ങനെ മീൻ പിടിച്ചിട്ടാണോ ജീവിക്കുന്നത്? എന്റെ അപ്പനും അപ്പന്റെ അപ്പനും ആ തൊഴിലായിരുന്നു. എടാ കുടിയാക്കോ, നീ വഴക്കുണ്ടാക്കാതെ. പിന്നെ നിന്നെ ആ പോസ്റ്റ് ഓഫീസിലെ സാർ അന്വേഷിച്ചു. നാളെ രാവിലെ അങ്ങോട്ട് ചെല്ലണോ? എന്തിനാ? ആരണ്ട് സാഹിബ്മാര് വന്നിട്ടുണ്ട്, അവരെ കടൽ കാണിക്കാൻ. ഒന്ന് ഇഞ്ഞും കുടിക്ക്. മോന്റെ നാളേരിയ കൊല്ലം. കൊല്ലത്ത് നിന്ന് മുമ്പ് ഏരിയൊരു ലാസർ വരാറുണ്ട്. തിരുതപിടുത്തക്കാരൻ ലാസർ. ഇതുപോലെ കണ്ടപ്പോ ഞാൻ ലാസറിന് ഓർത്തുപോയി. ആ ആളെ ചേട്ടന് പരിചയം ഉണ്ടായിരുന്നു. പരിചയം ഉണ്ടായിരുന്നോ? ഈ കണ്ണൂർ കടപ്പുറത്ത് വെച്ച് ഞാള് തമ്മില് പിടിച്ച മീനും കുടിച്ച റാക്കും ചില്ലറൊന്നല്ല. ഞാനാ ലാസറിന്റെ മോന. ലാസറിന്റെ മോന? മോളെ ചെറുപ്പത്തിൽ എനിക്ക് ഔലൂസ് പൊടി കൊണ്ടുതരാറില്ലായിരുന്നോ? അച്ഛന്റെ പഴയ ലോഹിക്കാരെ ലാസറിയേട്ടെ മൂപ്പര മോന. എന്റെ പേര് പറഞ്ഞില്ല. കുര്യാക്കോസ്. ചേട്ടന്റെ പേരെന്താ? നാണു. നാണു കേട്ടുന്നോ? അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറയും ഞാൻ അങ്ങനെ കഴിക്കാരാ. എന്റെ അപ്പനിപ്പോ അപ്പൻ മരിച്ചിട്ട് 5-6 വർഷമായി. ലാസർ മുമ്പ് ഈടെ വന്നാല് നിന്റെ പുറയിലാ താമസിക്കും. വാ മോനെ.
വീട് അടുത്താ പോരാ, വാ. ഇല്ല ഏട്ടാ, ഞങ്ങൾ പോവാ. ഇനി വരുമ്പോ വരാം. ശരി, പോരും പോലെ നമുക്ക് പോവാം. ഇൻഡോ നോർവീജിയൻ മത്സ്യബന്ധന കരാറിൻപടി ഇവിടെ എത്തിയിട്ടുള്ള വിദേശീയരായ അതിഥികളെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് ആഴക്കടലിൽ നിന്നും എങ്ങനെ മത്സ്യബന്ധനം നടത്താമെന്നും ഇദ്ദേഹം വിവരിച്ചു കഴിഞ്ഞു. ഇനി ഈ പട്ടണത്തിലെ വ്യവസായ പ്രമുഖരായ നിങ്ങളോട് എനിക്കൊരു അപേക്ഷ. മീൻ പിടിക്കാനുള്ള വലയും ബോട്ടും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിങ്ങൾക്ക് കടമായി തരും. അതിന്റെ വില ഗഡുക്കളായി അടയ്ക്കണം. ഈ പദ്ധതിയോട് നിങ്ങൾ സഹകരിക്കണം. ക്ഷമിക്കണം. മീൻപിടുത്തം അരയന്മാരുടെ തൊഴിലാണ്. അത് ഞങ്ങളോട് ചെയ്യാൻ പറയുന്നത് ക്ഷണിച്ചു വരുത്തി അവമാനിക്കലല്ലേ? മിസ്റ്റർ നരകൻ, അന്തസ്സും അഭിമാനമുള്ള നമ്മളെല്ലാം വിളിച്ചു വരുത്തി മീൻ പിടിക്കാൻ പറയുന്നു. ഇത് കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? വരൂ. എനിക്കൊരു ബോട്ടും വലയും തരുമോ? നിനക്കോ? ഒരു ബോട്ടിന് എന്ത് വില വരുമെന്ന് അറിയാമോ? അതിന് സെക്യൂരിറ്റി അടിമാനം വെക്കാൻ നിനക്ക് എന്തുണ്ട്? അടിമാനം വയ്ക്കാൻ ജോലി ചെയ്യാൻ ആക്കുള്ള ശരീരവും കടലിൽ പോയി മീൻ പിടിക്കാനുള്ള ആവേശമല്ലാതെ ഒന്നുമില്ല. What is it? What does he want? He is asking for a boat. Give him the boat. He is a son of the sea. Hell with your business magnates. കുര്യാക്കോസ്, നിങ്ങൾ ഭാഗ്യവാനാണ്. ആദ്യത്തെ ഫിഷിംഗ് ബോട്ട് നിങ്ങൾക്ക് തരുന്നു. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽക്ക് ഞങ്ങൾക്കുടെ വള്ളവും വലയും ഉപയോഗിച്ച ഈ കരക്കാര് ജീവിച്ചത്. ഇപ്പൊ അവന്റെ ഒരു ബോട്ട്. എടാ, ആഴക്കടലിൽ താണ്ടി മീൻ പിടിക്കാൻ മുക്കവന് കൽപ്പിച്ചിട്ടില്ല. ആ മുറ തെറ്റിച്ചാൽ ഈ കര നശിയും. അറിയാമോ നിനക്ക്? കടലമ്മ സത്യമുള്ളവളാ. മൂപ്പ, കുര്യാക്കോസിന്റെ ബോട്ട് നമ്മുടെ കടവിൽ കെട്ടിയിരിക്കുന്നു. അത്രയ്ക്ക് ധൈര്യമായോ അവന്? അർത്ഥ മുറിക്കണം അവന്റെ കയർ. വേഗമാ. അർത്ഥം മുറിക്കേ. ആരാടാ നിങ്ങൾക്ക് കൂടെ അയച്ചത്? എന്റെ ബോട്ടിന്റെ കയറത് ഇവിടെ താനെ അറിയിച്ചില്ലേ? ഈ കരയിൽ കിടന്നത് എന്റെ അപ്പന്റെ വകയാണ്. എന്റെ ബോട്ടിൽ ഇനി ആരെങ്കിലും കൈവച്ചാൽ ഈ മണപ്പുറത്ത് ആദ്യമായിട്ട് വിടുന്ന തന്റെ ശവമായിരിക്കും. നിലടവിടെ എവിടെ കയറി പോന്നത്? ആ മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ നിന്നെ ഞാൻ ഈ പഠിക്കാത്ത കേട്ടില്ല. ചേട്ടാ, എവിടെ വീട് മുടിക്കും. ഇറങ്ങി പോടാ. എടാ പോകാനാ പറഞ്ഞത്. ഒരു ബോട്ടുകാരൻ സാഹിത്യം.
എവിടെയാ ലോറൻസ് സുന്ദരനും? വരില്ല. കുര്യാക്കോസിനൊന്നും തോന്നരുത്. ഇഷ്ടക്കേട് കൊണ്ടല്ല, പേടിച്ചിട്ടാ. ഇതെല്ലാം ആ മൂപ്പന്റെ വേലയാ. അറിയാം. എന്നാലും ഞാൻ തോർക്കില്ല. ആരും വന്നില്ലെങ്കിൽ ഞാൻ തനിച്ചു പോകും. ചേട്ടാ, ചേട്ടന്റെ കൂടെ ഞാൻ വരാം. ഹാപ്പി, നീ പഠിപ്പുകാരനല്ലേ? ഞാൻ പഠിച്ചത് തൊഴിലല്ല. ഒരു തൊഴിൽ പഠിക്കാൻ ഞാൻ ചേട്ടന്റെ കൂടെ. ചേട്ടാ, എന്തത്ര ഇതിന് കാരണം തിന്നിങ്ങലോ കുടിയുണ്ടാവോ? ഒരു രൂപ, ഒരു രൂപ, ഒരു രൂപ, ഒരു രൂപ, ഒരു രൂപ. കുട്ടി സാങ്ങി എന്റെ ചങ്ക് കലകത്തുള്ള ആരും വിളിക്കത്തില്ല. അത് ഞാൻ നോക്കോളാം. ഒരു രൂപ, 5 രൂപ, 10 രൂപ, 10 രൂപ, 15 രൂപ, 15 രൂപ, 18 രൂപ, 18 രൂപ, ഒരു രൂപ, ഒരു രൂപ, 2 തരം, ഒരു രൂപ. ഞാൻ കാണാത്ത മീൻ കടലിലില്ല. പിന്നെ ഞാൻ ഈ മീൻ എന്ത് ചെയ്യും? കൊണ്ടേ കുഴിച്ചു മൂടോ വല്ല തെങ്ങിന്റെ വീട്ടിലും വളാവട്ടെ. കച്ചവടമായോ ചേട്ടാ? പിടിക്കടാ, പിടിക്കടാ. ഒരുപാട് മീൻ കിട്ടിയോ? എനിക്ക് വിശക്കുന്ന പോലെ എന്താ? ഇരിക്കും, ഞാൻ കഞ്ഞി കൊണ്ടുവരാം. കുര്യാക്കോസേ, ഞാനും പെണ്ണും തനിച്ചാ ഇവിടെ കഴിയുന്നത്. നേരം നോക്കാതെ നീ ഇവിടെ ഇങ്ങനെ വന്നും പോയിരുന്ന നാട്ടുകാർ പലതും പറയും. ചേട്ടത്തി, കുര്യാക്കോസ് പോ, മേലൂടെ കയറരുത്. പോകാനല്ലേ പറഞ്ഞത്? അമ്മച്ചി കൊണ്ടുപോയി അപ്പുറത്ത് പോകാൻ. നീയൊക്കെ പിന്നെ എന്തിനാ കടലിൽ പോന്നെ? കടലിൽ മീനില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ മൂപ്പ? കടലില് മീനില്ല. മീനൊന്നും കിട്ടിയില്ലേ? പോണ്ട ഉടനെ, അവിടെ മീനൊന്നും ഇല്ല. വാ നമുക്ക് പോവാം. ഇപ്പൊ എന്താ ചെയ്യാ? കടലിൽ പോകാൻ തോന്നുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? കണ്ണൂര് പിടിച്ച മീന് കൊല്ലത്തെ വില പറയുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, നാണുവേട്ടനെ വില നിശ്ചയിച്ചത്. കുട്ടൂസേ, എനിക്ക് പറഞ്ഞ വിലക്ക് തിരക്ക് വേണ്ടോ? ഇല്ല, ഞങ്ങൾ വേറെ ആർക്ക് കൊടുക്കും. അന്നെ കൊണ്ട് നമ്മൾ തോറ്റു പറയാ. എന്നാ പിടിച്ച 265 രൂപ തികച്ചുണ്ട്. ആ പിടി പിടി. ഇന്ന് ഞങ്ങൾ നാനോട്ടിന്റെ വീട്ടിൽ ഉണ്ടാൻ മതി എന്നും പറയണ പോലെയാണല്ലോ. അങ്ങനെയില്ല. നോക്ക്, ഞങ്ങൾ കാത്തിരിക്കും. നിങ്ങൾ വന്നിട്ട് ഞാൻ ഒന്നുള്ളു. വരൂന്നേ. എന്നാ
കടലിങ്ങനെ ഇടയ്ക്ക് മറിയ പെട്ടെന്നാണ് ഞാൻ കണ്ടത്. മുമ്പിൽ വലിയൊരു പാറ. ഇല്ല നാനോട്ട പാറ എന്ന് പറഞ്ഞ വലിയൊരു പർവ്വതം. പാറയോ? ആ അതേക്കാണ് അപ്പാറ. അവൻ മുഴുവനും പറയട്ടെ, അപ്പോഴേ മനസ്സിലാവൂ. അതായത് ഈ രാമേശ്വരത്തിന്റെയും സിലോന്റെയും ഇങ്ങനെ ഇടയ്ക്ക് വെച്ച്. പിന്നെ ഞാൻ കണ്ടത് ഒരു ഗുഹയാണ്. ഗുഹ കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. കടലമ്മയെ രക്ഷിക്കുന്നതിന് പറയലും വോട്ടും കൊണ്ട് തിരിക്കലും ഒരൊറ്റ അങ്കുലത്തിന്റെ വ്യത്യാസം. ഇല്ലെങ്കിൽ ഞാനും കുര്യാക്കോസേട്ടനും വോട്ടും അത് വായിക്കകത്തായാലും. ഏതിന്റെ? തിമിംഗലം. മതിയാക്ക നുണ പറഞ്ഞാലും ദഹിക്കുന്നത് പറ. ഓ പറയട്ടെ, ഇനി പറഞ്ഞോ പറഞ്ഞോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. മോളെ, ഇനി കുറച്ചും കൂടി കല്ലുമുക്കായി വിളമ്പി കൊടുക്ക്. ഇതിലെ നാട്ടിൽ ഇത് കിട്ടൂല. വേണ്ട, ഞാൻ കുറെ അച്ഛൻ കഴിച്ചതാ. നല്ല രുചിയുണ്ട്. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ? കല്ലുമക്ക. ആ മമ്മക്ക, മൊയ്തുക്ക, കല്ലുമുക്ക. ആള് മുസ്ലിമാണല്ലേ. ഇവിടെ മീനിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? ഓ മോശമാ, വിലയും കുറവാ. നാണുകെട്ടി എന്റെ ബോട്ടിൽ കൂടെ പോയിരുന്ന. വയസ്സായില്ലേ മോനെ, ഇനി മറ്റൊരു ജോലി ചെയ്യാൻ കഴിയൂല. കണ്ണടയുന്നതിന് മുമ്പ് ഇവരെ ആരെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കണം, അത്രേ ഉള്ളൂ. എടി നീ എവിടെ ആയിരുന്നടി? എനിക്കിഷ്ടമുള്ളത്. എടി ഒരുമ്പട്ടോളെ, നീ കര ആറ്റിക്കരുത്, പറഞ്ഞേക്കാം. ചേട്ടൻ ഓർക്കുന്നത് എന്താന്ന് എനിക്കറിയാം. ചേട്ടനൊരാണല്ലേ, ധൈര്യമായിട്ട് ത്രേസിച്ചെടുത്തില്ല വീട്ടിലേക്ക് കയറി ചെല്ലണം. ആരെതിർത്താലും ചേട്ടൻ വിളിച്ച സാറെ കൂടെ അറിഞ്ഞു. അതെനിക്കറിയാം. ഇനി ഒന്നും സംശയിക്കണ്ട. ചെറുതാണെങ്കിലും ഒരു കോരിയും വളപ്പും എനിക്കുണ്ടല്ലോ. ചേട്ടൻ വിളിച്ചോണ്ട് വാ. എത്ര വേഗത്തിൽ ഓട്ടിച്ചാലും ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊല്ലത്തെത്തില്ല. എത്ര ഇരുട്ടിയാലും എന്റെ ശബ്ദം കേട്ടാൽ അവിടെ തിരിച്ചറിയൂടാ. പണിയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി കുത്തിയിരുന്നു. വീട്ടിനകത്താണെങ്കിൽ 1 മണി അരി എടുക്കാനില്ല. നിങ്ങൾക്ക് പോയാൽ മൂപ്പരോട് കുറച്ച് രൂപ ചോദിച്ചുകൂടെ? അയാൾ ഇനി ഒന്നും തരില്ലെന്ന് തീർത്തു പറഞ്ഞു. പറഞ്ഞു. നന്ദി കേട്ട പരുഷ. അങ്ങർക്ക് വേണ്ടി സ്വന്തം കൂടപ്പുറത്തിനെ കൂടെ നിങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കിയില്ലേ? നിങ്ങൾക്ക് ഇത് വരണം. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ എടി, നീ അറിഞ്ഞോ കുര്യാക്കോ ഇപ്പൊ കണ്ണൂരാ. അവന്റെ ബോട്ടിൽ നിന്ന് ദിവസവും 1,500 രൂപയുടെ മീൻ കിട്ടുന്നുള്ളത്. നേരോ? അവനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. ഇരിയാന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ അന്ന് ഇവിടെ ഇറക്കി വിട്ടത്. അനുഭവിച്ചോ?